മോഹൻലാൽ മോഹൻലാലിൻ്റെ ഒരു ഗതികേടിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും മോഹൻലാൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന നടനല്ല. എങ്കിലും നമ്മൾ മലയാളികൾക്കൊക്കെ ആസ്വദിക്കാനും നമ്മുടെ ആസ്വാദന നിലവാരത്തെ ഉയർത്തിയതിലൊരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് മോഹൻലാൽ. നമ്മളുടെ ഭാവുകത്വത്തെയും നമ്മുടെ മറ്റ് നടന്മാരും നടികളും ഒക്കെ ഭയങ്കര നല്ല ആക്ടേഴ്സാണ്. പക്ഷെ എന്നാൽ പോലും ഈ മോഹൻലാൽ കൊണ്ടുവന്ന ആ ഗ്രാഫ് വളരെ വലുതായിപ്പോയി. പക്ഷെ നമുക്കെല്ലാവർക്കും മോഹൻലാലിനെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ മലയാളിയായ മോഹൻലാലിന് ഒരു മോഹൻലാൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് നമ്മളെപ്പോലെ ആസ്വദിക്കാനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടനെ അദ്ദേഹത്തിനില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മറ്റു പല ആസ്വാദനങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഒരു ആസ്വാദകൻ, ഒരു മലയാളി ആസ്വാദകൻ എന്ന നിലയിൽ മോഹൻലാലിന് നഷ്ടമാകുന്നത് മോഹൻലാലിന് മാത്രമാണ്. ഇവിടെയാണ് നമ്മൾ മോഹൻലാലിനെ പഠിക്കേണ്ടത്. അത് ഒരു ഭംഗിവാക്ക് പോലെ പറയുന്നതല്ല. കാരണം ഇന്നത്തെ കാലത്ത് നിർമ്മിത ബുദ്ധി ഇടിച്ചു നിൽക്കുന്ന, നിർമ്മിത ബുദ്ധിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു വിങ്ങി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ അടുത്ത സ്റ്റേജിലേക്ക് പോയെങ്കിൽ മാത്രമേ നിർമ്മിത ബുദ്ധിക്ക് നമ്മൾ ഈ പറയുന്ന പോലുള്ള അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ അമേരിക്ക അതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവർ തേടുന്നതിനെ മോഹൻലാലിനെ പഠിക്കാൻ നമ്മൾ തുനിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ലഭ്യമാകും. വിശേഷിച്ചും ഇവിടുത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈ മുതിർന്നവർക്കും, അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യാ രംഗത്തുള്ളവരും മോഹൻലാലിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ എങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം എന്നുള്ള ഗുട്ടൻസ് പിടികിട്ടും. നമസ്കാരം. നമ്മൾ ഈ മോഹൻലാലിനെ പഠിക്കുമ്പോൾ നമ്മളുടെ പ്രിയ താരമാണ് മോഹൻലാൽ. ഇപ്പം മുഖ്യമന്ത്രി സ്വീകരണം, ഇപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിയതിന് ശേഷം സ്വീകരണം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ട്, ഒരേ സമയം താരവും അതേസമയം നടനുമാണ്, അഭിനേതാവുമാണ്. അപ്പോൾ മോഹൻലാലിനെ നമുക്കൊന്ന് രണ്ടായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അതായത് ഒന്ന് ആ താരവും അഭിനേതാവും, മറ്റൊന്ന് ആ മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് ലാലേട്ടൻ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് മോഹൻലാലിനേക്കാൾ പ്രായം കൂടുതലുള്ളവർ പോലും അദ്ദേഹത്തിനെ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അത് രസവുമുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം കേൾക്കുന്നവർക്ക് തോന്നും, ഇപ്പം ഞാനിപ്പം മോഹൻലാലിനെ ഈ നരച്ച താടിക്കാരൻ എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത്. വേറൊരു കാര്യമുണ്ട്, ഞാനും മോഹൻലാലും ഒക്കെ ജനിച്ചത് ഒരേ വർഷമാണ്, 1960. അപ്പോൾ അവിടെ നമുക്ക് രണ്ടായാലും ലാലേട്ടൻ, മോഹൻലാൽ ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകരണ വേറ്റ് വാങ്ങിക്കൊണ്ട് അവിടെ ഒരു ചെറിയ പ്രസംഗം നടത്തി. അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ സ്വീകരണത്തിനുള്ള മറുപടി പ്രസംഗത്തിലാണ് അദ്ദേഹം തയ്യാറാക്കി പറഞ്ഞത്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്, നിങ്ങളെല്ലാവരും പറയുന്നു മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നു, എന്നാൽ എനിക്ക് ആ അഭിനയം അത്ര അനായാസകരമല്ല. ഞാൻ ദൈവമേ എന്ന് വിളിച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയാണ് അദ്ദേഹം അറിയാത്ത ഒരു സർഗാത്മകത, അതായത് ലാലേട്ടന് പിടിയില്ലാത്ത ഒരു സർഗാത്മകത മോഹൻലാൽ ഒരു കഥാപാത്രമായി മാറുമ്പോൾ, കഥാപാത്രത്തിന് ജീവൻ നൽകുമ്പോൾ ആ കഥാപാത്രം ആ ജീവന്റെ ഭാവങ്ങൾ മുഴുവൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. ഇതിൽ നിന്നാണ് ആ സ്പോണ്ടേനിറ്റി വരുന്നത്. അവിടെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ലാലേട്ടന് അറിയില്ല ഈ മോഹൻലാൽ എന്ന നടനെ. അതാണ് അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞത്. അദ്ദേഹം എല്ലാ ഇൻ്റർവ്യൂവിലും പറയാറുള്ളതാണ്. അതായത് എനിക്കറിയില്ല ഈ ഒരു ശക്തി എവിടെ നിന്നാണ് വരുന്നത്. അതെ, ശക്തി തന്നെയാണ്, ആ ക്രിയേറ്റിവിറ്റിയാണ്. അത്
നമ്മളത് അനുഭവിക്കുന്നു, അദ്ദേഹം പകർന്നു നൽകുന്നു. അപ്പോൾ ആ ശക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് നമ്മൾ അഭ്രപാളികളിൽ കാണുന്നത്. അത് ഇതിന് മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ആ ഒരു റോളിലേക്ക് നോക്കുക. ഇതേ നിലവാരം അല്ലെങ്കിൽ ഇതേ ഭാവതലം ആ സിനിമയിലും കാണാം, ആദ്യത്തെ സിനിമയിലും കാണാം. മറിച്ച് മറ്റുള്ള ഇപ്പം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നടന്മാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സിനിമയിലൊക്കെ നമുക്കറിയാം അവരുടേതായിട്ടുള്ള പോരായ്മകൾ അവർ തന്നെ. ഇപ്പം മമ്മൂട്ടിയുടെ കാര്യമാണെങ്കിൽ മമ്മൂട്ടി തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരച്ചൊരച്ചൊരച്ച് ശരിയാക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യ സിനിമയിലും ഈ അവസാനത്തെ സിനിമയിലും ഈ ഒരേ സ്പാർക്ക്, ആ തിളക്കം കാണുന്നു. ഈ സർഗാത്മകതയെ എങ്ങനെ പ്രകടമാക്കുന്നു? ഇത് അദ്ദേഹത്തിന് ഒരു സിദ്ധിയായിട്ട് ലഭിച്ചതാണ്. ഉദാഹരണത്തിന് തന്നെ ആധ്യാത്മിക ലോകത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ സിദ്ധി സ്വമേധയാ ലഭിച്ച ചില വ്യക്തികളുണ്ട്, അവരെയാണ് ഈ സിദ്ധന്മാരെന്ന് പറയുന്നത്. അതേസമയത്ത് ഇതിൻ്റെ പരിശ്രമത്തിലൂടെ, ഈ സത്യ അന്വേഷണത്തിലൂടെ, അത് കണ്ടെത്താനുള്ള ശ്രമത്തിലൂടെ സത്യത്തെ അറിഞ്ഞ അനുഭൂതിയിലെത്തിയവരുമുണ്ട്. അപ്പം അതൊരു വഴിയാണ്. അപ്പം ഈ ഒരു സർഗാത്മകതയിലേക്ക് എത്താനുള്ള ഒരു വഴിയുമുണ്ട്. അതേസമയത്ത് ചിലർക്ക് ഇത് സ്വമേധയാ കിട്ടുന്നു. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ. ഉദാഹരണത്തിന് പി ജയചന്ദ്രൻ, അതേപോലെ എസ് ജാനകി, അതുപോലെ ബാലമുരളീകൃഷ്ണ, എസ് പി ബാലസുബ്രഹ്മണ്യം, ഇവരൊക്കെ സ്വമേധയാ ഈ സംഗീതമൊന്നും പഠിക്കാതെ ആ ഒരു ഗിഫ്റ്റ്, ആ ക്രിയേറ്റിവിറ്റി ലഭിച്ചവരാണ്. അതേസമയത്ത് യേശുദാസ്, അദ്ദേഹം ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പരിശ്രമത്തിലൂടെ യേശുദാസ് ഉണ്ടാവുന്നു, ആ സർഗാത്മകതയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചെമ്പൈ, ഇവരെല്ലാം പരിശ്രമത്തിലൂടെ വന്ന ആൾക്കാരാണ്. അപ്പം ഇതെങ്ങനെ ഇവരുടെ ഈ പരിശ്രമത്തിലൂടെ ഈ സർഗാത്മകതയിലേക്ക് കടക്കാം എന്നുള്ളതാണ് യേശുദാസും ചെമ്പയും ഒക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്നത്. ഇതേ ടൂൾ, ഇതിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ്കേതിക രംഗത്തും ഈ സർഗാത്മകതയിലേക്ക് കടക്കാൻ കഴിയും. അവിടെ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കടന്നു ചെല്ലാൻ പറ്റില്ല. കാരണം ലാലേട്ടൻ ഒരിക്കലും ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് താൻ ഈ ഓരോ രംഗത്തിന് ഈ ഭാവം കൊടുത്തതെന്നുള്ളത്. അതേസമയത്ത് ഒരു മെത്തേഡ് ആക്ടർ, ഇപ്പം മെർലൻ ബ്രാൻഡോ, അത് വേണ്ട, നമ്മുടെ മമ്മൂട്ടി, ഇവരൊക്കെ ഒരു കഥാപാത്രത്തെ പഠിച്ചിട്ട് ആ ഓരോ രംഗത്തിനും അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള ഭാവം പകരുന്നുണ്ട്. ഇത് മെത്തേഡ് ആക്ടറല്ല, സ്പോണ്ടേനിയസ് ആക്ടറാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ടൂൾസ് നമ്മുടെ മുമ്പിലുണ്ട്. കേരളം മുഴുവൻ ഈ ടൂൾസ് വാരി വിതറിയിരിക്കുകയാണ്. അത് നമ്മളുടെ സാങ്കേതിക മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഏത് മേഖലയിലാണെങ്കിലും, കാര്യം ഇപ്പം ഓരോ ബ്രാഞ്ചസ് തമ്മിൽ വേറിട്ടല്ല പഠിക്കേണ്ടത്. എല്ലാം ഈ എന്താ പറയുക, ഓരോ ഇപ്പം ഗണിതശാസ്ത്രവും കവിതയും ഇതെല്ലാം ചേർന്നാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഇത്തരം ഒരു സന്ദർഭത്തിൽ മോഹൻലാലിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, വിശേഷിച്ചും സാങ്കേതിക രംഗത്തൊക്കെ ഉള്ളവരെ പഠിച്ചു കഴിഞ്ഞാൽ അപാരമായ സാധ്യതയാണ്. ലോകത്തിൻ്റെ താക്കോൽ, അതല്ലെങ്കിൽ ലോകത്തിന് നമുക്ക് നയിക്കാൻ പറ്റുന്ന ശേഷി ഓരോ മലയാളിയിലുമുണ്ട്. അത് നമുക്ക് മോഹൻലാലിനെ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പം അത്രയുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണിത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് കാണാം.